ഹായ്, വെൽക്കം ടു ഐസെഡ് ബി അക്കാഡമി. ഐസെഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് PSCയുടെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്താണ് നമ്മളുടെ VFAയുടെ 9 ജില്ലകളിൽ 79,919 പേര് എന്ത് ചെയ്തിട്ടുണ്ട് പുറത്ത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് എന്താണ് കൺഫർമേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും 17-ാം തീയതി 17 ഒക്ടോബറിന് എക്സാം നടക്കാൻ സാധ്യതയുള്ള നല്ല ഡേറ്റ് വന്നിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട എല്ലാവരും നോക്കുന്ന ഒരു എക്സാം ആയിരിക്കും ഏത്? VFA എന്ന് പറയുന്നത്. അപ്പോൾ VFAയിലെ ആലപ്പുഴയിൽ എത്ര ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്? അതാ നോക്കിയേ, 37,992 പേരെന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലെത്ര? 30,357 പേര് കൺഫർമേഷൻ കൊടുക്കുകയും 7,335 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൺഫർമേഷൻ കൊടുക്കാണ്ട് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ കോട്ടയം ജില്ല നോക്കുകയാണെങ്കിലോ 31,000-നടുത്ത് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 25,000-നടുത്ത് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. 6,000-നടുത്ത് ആൾക്കാർ അവിടെയും എന്ത് പറ്റിയിട്ടുണ്ട്? 6,000-നടുത്ത് ആൾക്കാർ അവിടെയും എന്ത് ചെയ്തിട്ടില്ല? കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതേപോലെ തൃശ്ശൂർ ജില്ലയാണെങ്കിലോ 49,000-നടുത്ത് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയും 39,000-നടുത്ത് ആൾക്കാർ മാത്രം, തൃശ്ശൂർ ജില്ലയിൽ മാത്രം 10,000-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം 10,000-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ട്. നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ നമ്മൾ 30,000 പേര് നമ്മൾ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറയുമല്ലോ, ഇതിൽ തന്നെ ഇനി ഒരുപാട് പേര് എന്ത് ചെയ്യില്ല? എക്സാമിന് അറ്റൻഡ് ചെയ്യില്ല. ഇനി എക്സാമിന് 30,000 പേര് അറ്റൻഡ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ഓർത്ത് വെച്ചോ, 1,000 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുള്ളൂ. ബാക്കി ആരും ഇതെന്താണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ് പോലെ അങ്ങ് കൊടുത്തു പോകുന്നൊരു പരിപാടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 1000 പേരിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയാണുള്ളൂ? ഒരു 500 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നന്നായി പ്രിപ്പയർ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ ഈ ഡേറ്റ് വന്നതിന് ശേഷം മാത്രം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ഈ നന്നായി പ്രിപ്പയർ ചെയ്യുന്നവരിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രമായിരിക്കും അവസാനം എന്തുണ്ടാവുക? റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. നമ്മളും നമ്മൾ ഈ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഇനി ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. അന്ന് ഞാൻ ഈ മിസ്റ്റേക്ക് ഒന്നും വരുത്താതിരിക്കാൻ എനിക്ക് ഇന്നേ പഠിച്ചു തുടങ്ങാം. അന്നത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇന്നേ ഡിസിഷൻ എടുക്കാം. ഇപ്പം പറ്റിയ മിസ്റ്റേക്കിൽ എനിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പഠിച്ച് നോക്കാം എന്നുള്ളതല്ലാണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഞാൻ ഇപ്പോൾ ചെയ്ത പോലത്തെ മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ എന്ത് ചെയ്യുക? വർക്ക് ചെയ്ത് തുടങ്ങുക. കോമ്പറ്റീഷൻ ഈ 500 പേരുടെ കോമ്പറ്റീഷനിൽ 1000 പേരുടെ കോമ്പറ്റീഷൻ മതി ശരിക്കും ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരെല്ലാം ജസ്റ്റ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാസർഗോഡിൻ്റെ കാര്യം നോക്കാം. 22,000-നടുത്ത് 17,500 മാത്രമേ ഉള്ളൂ. 4,000-നടുത്ത് ആൾക്കാർ എന്ത് ചെയ്തു? 4,400-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഇനി 31-ാം തീയതി എക്സാം വരുന്ന 3ാമത്തെ ഷിഫ്റ്റായിട്ട് നടക്കുന്ന എക്സാമിൽ VFAയുടെ കൊല്ലത്ത് 53,600 പേര് കൊടുത്തു. 42,000 പേര് കൺഫർമേഷൻ കൊടുത്തു. 10,800 11,000 പേരെടുത്ത് കൊല്ലത്ത് കൺഫർമേഷൻ കൊടുത്തില്ല. എറണാകുളത്താണെങ്കിൽ 37,000 സംതിങ് 47,000 പേര് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. 37,000 സംതിങ് പേര് കൺഫർമേഷൻ കൊടുത്തു. അവിടെയും 10,000-നകത്ത് ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? കൺഫർമേഷൻ നൽകിയിട്ടില്ല. പാലക്കാട് എടുത്താലും 11,000-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ നൽകിയിട്ടില്ല. കണ്ണൂർ എടുത്താലും 7,000-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ നൽകിയിട്ടില്ല. കൺഫർമേഷൻ നൽകാത്ത നമ്മുടെ ഈ ഷിഫ്റ്റുകളിൽ കൺഫർമേഷൻ നൽകാത്തവരുടെ എണ്ണം 40,000-നടുത്തുണ്ട്. നമ്മുടെ ഈ ഷിഫ്റ്റിലും കൺഫർമേഷൻ നൽകാത്തവർ 40,000-നടുത്തുണ്ട്. മൊത്തം നമ്മൾ പറഞ്ഞതുപോലെ 79,000 സംതിങ് അല്ലേ, 80,000-നടുത്ത് ആൾക്കാർ കൺഫർമേഷൻ നൽകാണ്ട് എക്സാം എഴുതാനില്ല നിങ്ങളുടെ കൂടെ. ഒരു 80,000 വേറെ കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുറവ് നമ്മളെ ബാധിക്കുമോ? ആ കുറവ് നമ്മളെ ബാധിക്കാനുള്ള കുറവല്ല. നമ്മളെ ബാധിക്കുക ലാസ്റ്റ് 1000 പേരുടെ കൂടാണ് നമ്മുടെ മത്സരം. അതിൽ ലാസ്റ്റ് 500 പേരല്ലേ, ലാസ്റ്റ് 100 പേരാണ് റാങ്കിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ. നമ്മളെപ്പോഴും ഈ ലാസ്റ്റ് 100 പേരുടെ കൂടെ മത്സരിക്കുക. എങ്ങനെ?
ഞാൻ അവരെക്കാൾ മുന്നിലെത്താൻ വേണ്ടി പഠിക്കുന്ന ആ ഒരു രീതിയിൽ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ആദ്യം 100-ൽ മാർക്ക് മേടിക്കുക എന്നുള്ളത്. അത് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്ക് കണ്ടെത്തി നമ്മൾ മിസ്റ്റേക്ക് മാറ്റി നമ്മളെ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് 1-ാം റാങ്ക് തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, 1-ാം റാങ്കിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പം നമ്മൾ AZB അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് LDCയുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ തരുന്നുണ്ട്. LDC എന്നാണ് നടക്കാൻ പോകുന്നത്? LDC ഈ കൊല്ലം അവസാനം വിളിച്ച് അടുത്ത കൊല്ലം പകുതി കഴിഞ്ഞതോടുകൂടി LDC നടക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നടക്കാൻ സാധ്യത. നന്നായി പഠിച്ചാൽ അടുത്ത LD ആയിട്ട് നമുക്ക് കയറാം. അല്ലെങ്കിൽ അടുത്ത VFA, നമുക്ക് ഫ്രണ്ടിലുള്ള VFA കഴിഞ്ഞാൽ LD ഉണ്ട്. LD കഴിഞ്ഞാൽ ഫോഴ്സ് എക്സാമുകളെല്ലാം വിളിക്കും. കാരണം അതിനെല്ലാം ഒരു കൊല്ലമേ ഉള്ളൂ അതിൻ്റെ റാങ്ക് ലിസ്റ്റ്. LGS വിളിക്കും. നമ്മുടെ മുമ്പിൽ ഒരുപാട് സെക്രട്ടറി, LHGS സെക്രട്ടറിയുടെ വിളിക്കും. മുമ്പിൽ ഒരുപാട് സെക്രട്ടറിയേറ്റ് OA വിളിക്കും. ഒരുപാട് അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇന്നേ പഠിച്ചു തുടങ്ങുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക, ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ടൊന്ന് ബന്ധപ്പെടുക. അടുത്ത PSCയുടെയോ SSCയുടെയോ എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടെല്ലാം എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലേക്ക് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരുന്നത് വരെ ബൈ, കാണാം.